ഈ ലിബറലിസം പിന്നെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? അതൊരു ഇസം എന്ന് പറയുന്ന അതിൻ്റെ പിന്നെ സൈദ്ധാന്തിക കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഇതെന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്? എന്തായി മാറണം എന്നതാണ് ഇതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്ന ചോദ്യത്തിന് ഉത്തരം. ലിബറലിസം എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വലിസമാണ്. അഥവാ സമൂഹത്തിന് അവിടെ ഒരു പ്രസക്തിയില്ല, പ്രസക്തി ഉള്ളത് വ്യക്തികൾക്കാണ് എന്നാണ് അവരുടെ കാഴ്ചപ്പാടിൽ അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അഥവാ ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ വ്യക്തിപരമായ സന്തോഷങ്ങൾക്കായിരിക്കണം എപ്പോഴും പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അപ്പം എൻ്റെ ഹാപ്പിനെസ്സിനാണ് ഞാൻ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നമ്മളൊരു സമൂഹം എന്ന് പറയുന്ന ഒരു വിചാരം മാറ്റിവെച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വ്യക്തിപരമായ കാര്യങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം എനിക്കിഷ്ടമായ, എനിക്ക് സന്തോഷം നൽകുന്ന ഈ വളരെ നൈമിഷിക സമയത്തേക്കെങ്കിലും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് പോവുക എന്നതാണ് ഇത് പിന്നെ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പം ഇതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു അപകടം അധ്യാപകർ എന്ന നിലക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഡയലോഗാണ് ഇപ്പം നമ്മളോട് കുട്ടികൾ പറയുന്നത്. പിന്നെ മാഷിൻ്റെ പണിയെടുത്താൽ മതി, വാപ്പൻ്റെ പണിയെടുക്കണ്ട എന്ന് പറയുന്നത് പറച്ചിൽ കൊണ്ടോ നോട്ടം കൊണ്ടോ അവരുടെ എഴുത്തുകൊണ്ടോ അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ഇത് നേരിടാത്ത ഒരു അധ്യാപകരും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നമ്മുടെയൊക്കെ ഒരു വേദനയാണ്. നമ്മളത് സ്റ്റാഫ് റൂമിൽ പങ്കുവെക്കും, നമ്മളത് വീട്ടിൽ പോയാൽ നമ്മുടെ കുടുംബത്തിൽ പങ്കുവെക്കും. എന്നാൽ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇനി ഈ കുട്ടിയുടെ ഒരു ചിന്താഗതി നമ്മൾ ആലോചിക്കും. കുട്ടി പറയാണ് വാപ്പൻ്റെ പണിയെടുത്താൽ മതി. ഇനി വാപ്പ ഈ കറക്റ്റീവ് മെഷേഴ്സ് എടുത്താൽ എന്തായിരിക്കും വാപ്പയോട് പറയാം? വാപ്പയോട് പറയും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങൾ ഇടപെടണ്ടെന്നാണ് വാപ്പയോട് പറയുക. അപ്പം സത്യത്തിൽ ഈ മനോഭാവം കുട്ടികൾക്ക് എവിടെ നിന്നാണ് വരുന്നത്? ഇതുണ്ടാക്കുന്ന അപകടം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടി അധാർമികമെന്ന് കേരളത്തിൽ എല്ലാവരും, മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും, കേരളത്തിൽ എല്ലാവരും ഉറച്ചു പറയുന്ന ഒരു കാര്യം ഉദാഹരണത്തിനെടുത്തിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ കഞ്ചാവ് അടിക്കുന്ന ഒരു കുട്ടി, അത് അധാർമികമാണ് എന്ന് കേരളത്തിലെ എല്ലാ അധ്യാപകരും എല്ലാവരും മതമുള്ളവരും അല്ലാത്തവരൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വിഷയം പിന്നെ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ ഉപദേശിച്ചാൽ അവൻ ഈ മാനദണ്ഡത്തിൽ നമ്മളോട് മറുപടി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ അവസ്ഥ ഉണ്ടാകുക? അവൻ പറയാണ് എൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം, എൻ്റെ ശരീരം നശിച്ചോട്ടെ, എൻ്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നൊരു ഉത്തരം വരുമ്പോൾ അത് അപകടമാണ്. ആ അപകടം പല നിലക്കുള്ള അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങനെ പിന്നെ വരുമ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാനോ പറയാനോ കഴിയാത്ത, അതിർവരമ്പ് വരക്കാൻ കഴിയാത്ത രൂപത്തിൽ കുട്ടികൾക്കിടയിൽ ഈ മനോഭാവം ഉണ്ടാക്കി വെച്ചാൽ പിന്നെന്താ സംഭവിക്കുക? ഈ പറഞ്ഞതുപോലെ അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഒരു നിലക്കും ഒരു കാര്യത്തെ തിന്മയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം